കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത 4 കോൺഗ്രസ് നേതാക്കളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് നടപടി. തീരുമാനം ഏകപക്ഷീയമാണെന്നും നീതി ലഭിച്ചില്ല എന്നും ബാലകൃഷ്ണൻ പെരിയ പ്രതികരിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത് ലാലിനെയും കൊലപ്പെടുത്തിയ കേസിലെ 13-ാം പ്രതി N ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് നടപടി. KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ, മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും ബാലകൃഷ്ണൻ പെരിയയുടെ സഹോദരനുമായ രാജൻ പെരിയ, മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ പ്രമോദ് പെരിയ, രാമകൃഷ്ണൻ പെരിയ എന്നിവരെ പുറത്താക്കി. KPCC നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. രാഷ്ട്രീയം കലരാത്ത ചടങ്ങിൽ പങ്കെടുത്തതിന്റെ പേരിലാണ് പുറത്താക്കിയതെന്നും ജാഗ്രതാക്കുറവുണ്ടായിട്ടില്ലെന്നും ബാലകൃഷ്ണൻ പെരിയ പ്രതികരിച്ചു. ഏകപക്ഷീയമായ നടപടിക്ക് പിന്നിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയാണെന്നും ആരോപണം. അല്പൻ അധികാരം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കും എന്നൊരവസ്ഥയിലാണ് അദ്ദേഹം നടക്കുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു പ്രസ്ഥാനത്തെ ഏറ്റവും വലിയ ബ്ലാക്ക് മാജിക്കിന്റെ ജില്ലയാക്കി മാറ്റി, ദുർമന്ത്രവാദത്തിന്റെ ജില്ലയാക്കി മാറ്റി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് ദുർമന്ത്രവാദത്തിന്റെ പേരിൽ സാധനങ്ങൾ കൊണ്ടുപോയി. വ്യക്തികൾക്കല്ല പാർട്ടിക്കാണ് പ്രാധാന്യമെന്ന നടപടിയിലൂടെ തെളിഞ്ഞെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ. എത്ര ഉന്നതനായാലും തെറ്റ് ചെയ്തവർക്കെതിരെ വളരെ കൃത്യമായ രൂപത്തിലുള്ള ഒരു നടപടിയാണ് സ്വീകരിച്ചത്. പാർട്ടിയാണ് വലുത്, വ്യക്തികളല്ല. എല്ലാ നേതാക്കളും, ഇനി ഉന്നത നേതാവായാലും പാർട്ടിക്ക് വിധേയമാണ്, ആരും പാർട്ടിക്ക് അതീതനല്ല എന്നുള്ള മെസ്സേജാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം നൽകുന്നത്. അച്ചടക്ക നടപടിക്ക് പിന്നാലെ ജില്ലയിലെ കോൺഗ്രസിനുള്ളിൽ വിഭാഗീയത രൂക്ഷമായി. 24 കാസർഗോഡ്.